സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാരങ്ങൾ അവരനുഭവിച്ചിട്ടില്ല. ജീവിതത്തിന്റെ അതേ പാന്താവിലേക്ക് അവർ കടന്നിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ വഴിയിലേക്ക് അവർ കടന്നിട്ടില്ല. വിവാഹം പോലും കഴിയാത്ത ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ടെൻഷനാണ് എന്നാ പറയുന്നത്. ഇന്ന് വരെ അവരൊരാൾക്ക് ചെലവിന് കൊടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരാളെ ഭാരം അവര് സഹിച്ചിട്ടില്ല. ഇന്ന് വരെ മറ്റൊരാൾ അവര് താങ്ങേണ്ടി വന്നിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ ടെൻഷനാണ് എന്ന് പറയുന്ന മക്കളായി നമ്മളെ മക്കള് മാറിപ്പോകുന്നതിന്റെ കാരണം എന്താണ് എന്നറിയോ? ഉമ്മമാരേ, ഈമാനികമായ അന്തരീക്ഷം നമ്മളെ വീടുകളിൽ നിന്ന് എടുത്തുപോയി, നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് എടുത്തുപോയി, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് എടുത്തുപോയി, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് എടുത്തുപോയി. അതേ മുമ്പ് കാലങ്ങളിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടിയാണ്, ഖുർആൻ ഓതിയിട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. ഇപ്പോഴോ കേക്ക് മുറിച്ച് തുടങ്ങുന്ന പരിപാടികളാണ്. കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കലാണ്. ഖുർആൻ ഓതി കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മളെ നാടുകളിൽ നമ്മളെ വീടുകളിൽ ഉണ്ടായിരുന്ന കഥകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1400 കൊല്ലം മുമ്പുള്ള കഥയല്ല. നമ്മളെ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം വരുമ്പോ റബീഉൽ അവ്വൽ ഒരു വരി മൗലിദ് ഓതാത്ത വീടുകളുണ്ടോ? ഇന്നത്തെ CFL ബൾബില്ല, ലൈറ്റുകളില്ല, ഒരു സംവിധാനവും ഇല്ല. ഇന്ന് കാണുന്ന LED ബൾബുകളെ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് നമ്മളെ വീടുകളിൽ മാലകളും മൗലിദുകളും നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ ഖുർആനോത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോഴോ നമ്മളെ വീടുകളിൽ ഖുർആനോത്തില്ല. പിന്നെ നമ്മളെ മക്കൾക്ക് ഖുർആനോതാൻ അറിയില്ല, മൗലിദിന്റെ വരികൾ അറിയില്ല. നന്മയുടെ വരികളിൽ നിന്ന് പലരും അകന്നുപോയി. എന്താ നമ്മളെ മക്കൾക്ക് പറയാനുള്ളത് എന്നറിയോ? നമ്മളെ മക്കൾക്ക് കേൾക്കാനുള്ളത് എന്നറിയോ? നമ്മളെ മക്കൾക്ക് കേൾക്കാനും പാടാനും ഉള്ളത് എന്നറിയോ? അർത്ഥമില്ലാത്ത പാട്ടുകളാണ്, അർത്ഥമില്ലാത്ത ചിന്തകളാണ്, അർത്ഥമില്ലാത്ത വരികളാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, വീട്ടിലതാ സന്തോഷങ്ങൾ കുറഞ്ഞുപോയി. ഞങ്ങളെ വീട്ടിൽ സന്തോഷമില്ലാതെ നിങ്ങൾ പറയല്ലേ? ഞങ്ങളെ വീട്ടിൽ സന്തോഷമുണ്ട്. എപ്പോഴാ സന്തോഷം എന്നറിയോ? ജന്മദിനം വരുമ്പോഴാണ്. ആരെ ജന്മദിനം? ബാപ്പാന്റെ ജന്മദിനം. 50 വയസ്സ് തികഞ്ഞു പോയ ബാപ്പാന്റെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷാണ്. ബാപ്പാ, നിങ്ങൾ 50 കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 51 റബ്ബ് കണക്കാക്കിയതെങ്കിൽ അടുത്ത വർഷം ഞങ്ങളെ കൂടെ ഉണ്ടാകൂല. ബാപ്പ ഒന്ന് സന്തോഷിക്കൂ, അടുത്ത വർഷം കൂടെ ഉണ്ടാകൂല. 50 എഴുതി വെച്ചിട്ട് ഇതുവരെ ജീവിതം നശിപ്പിച്ചല്ലോ, ആഖിറത്തിലൊന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം 50 ജീവിച്ചല്ലോ എന്ന് പവർ പറയുന്ന പാപ്പമാരായി നമ്മളെ യൗവന സമൂഹം നമ്മളെ മാറ്റിയിട്ടുണ്ടോ? പാപ്പമാരെ, നമ്മളെ പ്രായം എഴുതി വെച്ചിട്ട് 75 60 എഴുതി വെച്ചിട്ട് നമ്മളെ മക്കൾ കേക്ക് മുറിച്ചിട്ട് വായിലേക്ക് തള്ളി വെച്ച് തന്നില്ലേ? മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. എന്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ചിന്തിച്ചു, എന്റെ മകൻ ഇംഗ്ലീഷുകാരനാകണമെന്ന് ചിന്തിച്ചു, പാശ്ചാത്യൻ ചിന്തകൾ എന്റെ മകൻ ഉണ്ടാകണമെന്ന് ചിന്തിച്ചു. സൈഡ് ചെത്തി വെച്ച മക്കളായി തലയിലെ മുടികള് എന്റെ മക്കളെ മാറണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ട്. ഈ തലയിൽ തൊപ്പി ധരിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരെവിടെ? നിസ്കരിക്കുമ്പോ തലമറക്കുന്ന മോന് ഈ എന്റെ മകനാകണമെന്ന് ചിന്തിച്ച ഉമ്മാമ്മമാരെവിടെ? വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്ന മക്കളായി എന്റെ മക്കളെ കാണണമെന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിച്ച ബാപ്പമാരെവിടെ? ഇത്തരം ദീനീ ചിന്തകളിൽ നിന്ന് ഉമ്മമാരെ നമ്മളെ മക്കളെ എടുത്തു മാറ്റിയപ്പോൾ, നമ്മളെ മക്കൾ അകന്നു പോയപ്പോൾ അവരെ ഹൃദയം ടെൻഷനായി പോയി. അവരെ ഹൃദയത്തിൽ ടെൻഷനായി പോയി. ആഖിറം ചിന്തിച്ചുള്ള ടെൻഷനാണോ? അല്ല, ദുനിയാവിന്റെ ടെൻഷനുകളാണ്. എന്താ അവന്റെ ടെൻഷൻ എന്നറിയോ? കിട്ടിയ മൊബൈലിന്റെ വലുപ്പം മതിയായില്ല, അവന് കിട്ടുന്ന കാറിന്റെ വലുപ്പം മതിയായില്ല, അവന്റെ ബാപ്പാന്റെ കയ്യിലുള്ള കാറിന്റെ വലുപ്പം മതിയായില്ല. നമ്മളെ മക്കളെ കംപ്ലൈന്റുകളാണ്. നമ്മളെ മക്കളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നമ്മളെ സമൂഹം എങ്ങോട്ടാ പോകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ എന്നെ ഒരു ആള് വീട്ടിലേക്ക് ക്ഷണിച്ച് നിർബന്ധിച്ച് വിളിച്ചപ്പോ അയാളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു ചെറിയ കുട്ടി എന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ആ കുട്ടി എന്നെ നോക്കിയിട്ട് ഒറ്റോട്ടാണ് പുറത്തേക്ക്. അപ്പൊ ഈ ബാപ്പ പറയാണ്, മോളെ പോകല്ല പോകല്ല എന്ന് പറയുന്നുണ്ട് ഈ കുട്ടിയോട്. അപ്പൊ ഈ കുട്ടി പറയാണ്, ഇപ്പൊ വരെ ബാപ്പ, ഉസ്താദ് വന്ന വണ്ടി ഒന്ന് നോക്കട്ടെ, ഏതാണ് വണ്ടി എന്ന് നോക്കട്ടെ, BMW ആണോ, ഏതാ വണ്ടി നോക്കിയിട്ട് വരാതെ.
പ്രായം നോക്കിയാൽ 6 വയസ്സാകുന്നേ ഉള്ളൂ ഈ കുട്ടിക്ക്. ആ കുട്ടിയെ BMW നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടോ? നമ്മളെ മക്കൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത് എന്നറിയോ? ഏതോ കല്യാണ വീട്ടിൽ പോയിട്ട് കല്യാണ വീട്ടിന്റെ സ്റ്റേജിന്റെ മേലെ വെച്ച് അന്യ പെണ്ണും അന്യ പുരുഷനും ഊരയാട്ടുന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട് മക്കളെ. നമ്മളെ മുൻഗാമികളായിരുന്ന ഉപ്പമാർ നമ്മളെ വീടുകളിൽ പഠിപ്പിച്ചിരുന്ന ഇത്തരം സംവിധാനങ്ങളായിരുന്നു. നമ്മളെ മുൻഗാമികളായ ഉപ്പാപ്പമാർ നമ്മളെ വീടുകളിൽ നമ്മളെ മക്കൾക്ക് നൽകിയിരുന്നത് ഇത്തരം പാഠങ്ങളായിരുന്നു. ഇത് പാടി പഠിപ്പിച്ചിരുന്ന ഉമ്മമാരില്ലേ? ഇത് പാടി കേൾപ്പിച്ചിരുന്ന ഉപ്പമാരില്ലേ? ഇപ്പോഴോ പാട്ട് കേൾപ്പിച്ചിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചിട്ട് മക്കളെ കഞ്ഞി കുടിക്കൂ എന്ന് പറയുന്ന ഉമ്മയായപ്പോൾ സിനിമയുടെ ചിത്രങ്ങൾ കാണിച്ചിട്ട് മക്കളെ ചോറ് കഴിക്കൂ എന്ന് പറയുന്ന ഉമ്മമാരായി നമ്മളെ ഉമ്മമാരെ മാറിപ്പോയപ്പോൾ നമ്മളെ മക്കളെ മനസ്സിന്റെ ഉള്ളില് സമാധാനം എടുത്തുപോയി. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വെറുതെ പറയാണോ? അല്ല അല്ല, ഈമാനികമായ വഴിയിൽ നിന്ന് നമ്മളെ മക്കൾ നമ്മൾ അറിയാതെ അകന്നു പോവാണ്. നന്മകളിൽ നിന്ന് അകന്നു പോവാണ്. അവര് പഠിക്കുന്നതോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരങ്ങളോ, സുന്നത്തായ ശൈലികളില്ല, സുന്നത്തായ പ്രവർത്തനങ്ങളില്ല. ഖുർആനോദാൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്ന മക്കളായി നമ്മളെ മക്കൾ വളർന്ന് ചിന്തിക്കുമ്പോ ചില ഉമ്മമാർക്ക് പേടിയാണ്. പഠിച്ചോനെ, ഹാഫിളായിട്ട് എന്റെ മോനിക്ക് എന്ത് ശമ്പളം കിട്ടാനാണ്? ഹാഫിളായിട്ട് എന്റെ മകൻ എന്താകാനാണ്? പള്ളിയിലെ മൊയിലിയാർക്ക് 25,000 അല്ലേ ശമ്പളം? നിങ്ങളുടെ നാട്ടിൽ 50,000 ആയിരിക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പള്ളിയിലെ ഉസ്താദിന് 10,000 ശമ്പളം, അല്ലെങ്കിൽ 15,000 ശമ്പളം. എന്റെ മകനും പഠിച്ചിട്ടെന്താകാനാ? ഇൽമു പഠിക്കുന്ന മക്കളായി നമ്മളെ മക്കളെ വളർത്താനുള്ള ചിന്തകൾ വളർന്ന് ഉമ്മമാര് കുറഞ്ഞുപോയി. ഞാൻ മരിച്ചാൽ എനിക്ക് യാസീൻ ഓതുന്നൊരു മകനായി എന്റെ മകൻ വളരണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാര് മാറിയിട്ട് എന്റെ മകൻ കഴുത്തിൽ ടെലിസ്കോപ്പ് വെക്കുന്ന മകനാകണം, ഖുർആൻ ഓതുന്ന മകനാകണമെന്നില്ല, എഞ്ചിനീയറാകണം, അള്ളാന്റെ ദീൻ അറിയുന്ന മകനാകണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന ഉമ്മമാര് വന്നപ്പോൾ, അത്തരം ചിന്തകൾ അധികരിച്ചു വന്നപ്പോൾ ഈമാനികമായ ജീവിതത്തിൽ നിന്നും ചിട്ടകളിൽ നിന്നും നമ്മളെ മക്കൾ അകന്നു പോയി. മഹാനായ ഹാത്തമുസ്സാഹിദ്